ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാലെടുക്കാനായി ശ്രദ്ധിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഇതൊന്ന് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ഞാൻ 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ മാവ് നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ ഒന്ന് മാവിൻ്റെ മുകളിലേക്കും ബൗളിലേക്കുമായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ സമയം മാവ് പൊങ്ങാനായി മാറ്റിവെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് 2 പോർഷൻസ് ആക്കി മാറ്റിയെടുക്കാം. ഇനി ഇതിൽ നിന്നും 1 പോർഷൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ടൈറ്റാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഒരല്പം റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാറ്റിവെച്ചിട്ടുള്ള അടുത്ത പോർഷൻ എടുത്തിട്ട് അല്പം മൈദ വിതറിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കൊക്കോ പൗഡർ ചേർത്ത് വെച്ചിട്ടുള്ള മാവ് കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ആദ്യം പരത്തിയ മാവിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് പരത്തിയ മാവ് കൂടി വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ മാവ് നല്ലതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചതും പിന്നെ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പിന്നീട് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം 2 ലെയറും ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നൂല് ഉപയോഗിച്ചാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം.
ഇതിനു മുമ്പ് ഞാൻ ഓവനില്ലാതെ എങ്ങനെ ചിക്കൻ ബ്രൈഡഡ് ബ്രെഡ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈ ബ്രെഡ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട്. മാവ് പൊങ്ങിക്കിട്ടേണ്ട ഒരു താമസമേ ഉള്ളൂ. ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.